ഹായ് ഡിയേഴ്സ്, നമ്മൾ HSAയുടെ എക്കണോമിക്സിൻ്റെ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപ്പാദനവും ചെലവെന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ക്ലാസ്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ശേഷം മാത്രമേ ഈ ഒരു ക്ലാസ് കാണാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം, അതേപോലെ അനുപാത നിയമം, അതേപോലെ TPയും MBയും തമ്മിലുള്ള ബന്ധം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ തോതനുസരിച്ചുള്ള പ്രത്യേകം പിന്നെ ചെലവുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്ഥിരം നമ്മുടെ HSAക്ക് ചോദിക്കുന്ന, അല്ലെങ്കിൽ +1 +2 എക്കണോമിക്സിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതായിരിക്കും നമുക്ക് വരാൻ പോകുന്ന HSAയുടെ എക്കണോമിക്സിൽ നിന്നും നമുക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഉറപ്പ് നമുക്ക് പറയാം, 101% നമുക്ക് എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ നമുക്ക് എക്കണോമിക്സിന്റെ സിലബസിൽ തന്നിട്ടുള്ള ഇത്തരം ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇല്ലെങ്കിൽ, അഥവാ ഇനി ഇതൊന്നും ചോദിച്ചില്ല എങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്തെ മൊഡ്യൂൾ, അതായത് എക്കണോമിക്സ് രണ്ട് മൊഡ്യൂളാണ് ഉള്ളത്, അതിനകത്തെ മൊഡ്യൂളിൽ നിന്ന് മറ്റേ മൊഡ്യൂളിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് വരുന്നതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. അപ്പം നമ്മൾ അതിൻ്റെ ആ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ തരുന്ന നോട്ട്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം, വിഭേദാനുപാത നിയമമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക എന്താണ് സംഭവം. നമ്മൾ ഹ്രസ്വകാല ദീർഘകാല ഉൽപാദന ധർമ്മങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹ്രസ്വകാല ഉൽപാദന ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ് ഏതെന്ന് പറയുന്നത് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതെന്താണ് എന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ്, അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹ്രസ്വകാല ഉൽപാദന ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണെന്ന് മനസ്സിലാക്കുക. മറ്റ് നിവേശങ്ങൾ, അതായത് മറ്റ് ഇൻപുട്സ് ഒക്കെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഒരു നിവേശത്തിന്റെ അളവിൽ മാത്രം വർധനവ് വരുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സീമാന്ത ഉൽപ്പന്നം ഒരു നിശ്ചിത ഘട്ടം വരെ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം സീമാന്ത ഉൽപ്പന്നം എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു തുടങ്ങും. ഇതിനെയാണ് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, മറ്റ് ഇൻപുട്സുകളെല്ലാം സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഒരു ഇൻപുട്ടിന്റെ അളവിൽ മാത്രം വർധനവ് വരുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സീമാന്ത ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത ഘട്ടം വരെ വർദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കുറഞ്ഞു തുടങ്ങുന്നു. ഇതിനെയാണ് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന് പറയുന്നത്. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കുറയുമെന്നാണ് ഈ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഉണ്ട്. വിഭേദാനുപാത നിയമം എന്ന് പറയും. വിഭേദകാനുപാത നിയമം അല്ലെങ്കിൽ വിഭേദാനുപാത നിയമം എന്നൊക്കെ പറയും. അതെന്ന് പറയുന്നത് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സങ്കല്പമാണ്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പ്രധാനമായിട്ട് നോട്ട്സ് എഴുതിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നിശ്ചിത ഉൽപാദന ഘടകത്തോട് വിഭേദക ഉൽപാദന ഘടകത്തിന്റെ കൂടുതൽ മാത്രകൾ ചേർക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ TP ആദ്യം വർദ്ധമാനമായ നിരക്കിൽ വർദ്ധിക്കുന്നു. വർദ്ധമാനമായ നിരക്കിൽ എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ളൊരു വർധനവിനെയാണ് ഇവിടെ നമ്മുടെ വർദ്ധമാനമായ നിരക്കിൽ വർദ്ധിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യുന്നു, TP ആദ്യം വർദ്ധമാനമായ നിരക്കിൽ വർദ്ധിക്കുന്നു, പിന്നീട് അപചയ നിരക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നു. അപചയ നിരക്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ തോതിലുള്ള വർധനവിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, അത് പരമാവധിയിലെത്തുന്നു, മാക്സിമത്തിൽ എത്തുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അത് കുറയുന്നു, അവസാനം അത് നെഗറ്റീവ് ആവുന്നു. ഇതാണ് വിഭേദകാനുപാത നിയമം അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് താഴെ കാണുന്ന ഗ്രാഫ് നോക്കുക. നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം അല്ലെങ്കിൽ വിഭേദകാനുപാത നിയമം അത് പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ ഘട്ടമാണ് വർദ്ധമാന പ്രത്യേക ഘട്ടം, 2 അപചയ പ്രത്യേക ഘട്ടം, 3 ഋണാത്മക പ്രത്യേക ഘട്ടം. ഒന്നുമില്ല, കേൾക്കുമ്പോൾ വലിയ പാടായിട്ട് തോന്നുന്നത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ 3 ഘട്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഗ്രാഫിലാക്കി നോക്കുക, നമുക്ക് മനസ്സിലാവും. TP, AP, MB 3 ഗ്രാഫുകൾ, ആ ഗ്രാഫിൽ 3 പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. TP വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് AP ഉണ്ടാകുന്ന മാറ്റം എന്താണ്, MB ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ആ ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ അല്ലെങ്കിൽ വർദ്ധമാനമായ പ്രത്യേക ഘട്ടം എന്ന് പറയാം. ഒന്നാം ഘട്ടത്തെയാണ് വർദ്ധമാന പ്രത്യേക ഘട്ടം അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രത്യേക ഘട്ടം എന്ന് പറയുന്നത്. TP നോക്കുക, ടോട്ടൽ പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കുന്നു, വർദ്ധമാനമായ നിരക്കിൽ അല്ലെങ്കിൽ വലിയ തോതിലുള്ളൊരു വർധനമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഒന്നാം ഘട്ടത്തിൽ APക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ APയും എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നുണ്ട്. APയും വർദ്ധിക്കുന്നുണ്ട്. MB നോക്കുക, MB എന്ത് ചെയ്യുന്നു, MB വർദ്ധിക്കുകയും പരമാവധിയിൽ തന്നെ എത്തുകയും ചെയ്യുന്നു. ഒന്നാം ഘട്ടത്തിൽ MB എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുകയും പരമാവധിയിൽ എത്തുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, രണ്ടാം ഘട്ടത്തെയാണ് അപചയ പ്രത്യേക ഘട്ടം എന്ന് പറയുന്നത്. അപചയ പ്രത്യേക ഘട്ടം മൊത്ത ഉൽപ്പന്നം അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു,
ഒരു അപചയ നിരക്കിലാണ് വർദ്ധിക്കുന്നത്. അതായത് ഒന്നാം ഘട്ടത്തിലെ പോലെ വർദ്ധമാനം വലിയ നിരക്കിലല്ല വർദ്ധിക്കുന്നത്, ഒരു അപചയ നിരക്കിലാണ്. അതിലൊന്നും ഇച്ചിരി ഒരു ഇതായിട്ടാണ് എന്ത് ചെയ്തത് വർദ്ധിക്കുന്നത്. അതേപോലെ ഈ ശരാശരി ഉൽപ്പന്നം അല്ലെങ്കിൽ ആവറേജ് പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കുന്നു? ആവറേജ് ഉൽപ്പന്നം കുറയുകയാണ് രണ്ടാം ഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, ശരാശരി ഉൽപ്പന്നം കുറയുന്നു. അതേപോലെ സീമാന്ത ഉൽപ്പന്നം മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതും കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? സീറോയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ MB എന്ത് ചെയ്യുന്നു? സീറോയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം രണ്ടാം ഘട്ടത്തിൽ മൊത്ത ഉൽപ്പന്നം അപചയ നിരക്കിൽ വർദ്ധിക്കുന്നു, ശരാശരി ഉൽപ്പന്നം കുറയുന്നു, സീമാന്ത ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു? പൂജ്യത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാം ഘട്ടമാണ് ഋണാത്മക പ്രത്യയ ഘട്ടം എന്ന് പറയുന്നത്. ഋണാത്മക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൊത്ത ഉൽപ്പന്നം ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ ശരാശരി ഉൽപ്പന്നം ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുകയും അതൊന്നും പക്ഷെ പൂജ്യം ആകുന്നില്ല, സീറോയിൽ എത്തിച്ചേരുന്നില്ല. എന്ത് ചെയ്യുന്നു? ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നില്ല? പൂജ്യമാകുന്നില്ല, കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ സീമാന്ത ഉൽപ്പന്നം മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കുന്നു? അത് കുറഞ്ഞിട്ട് അത് എന്തായിട്ട് മാറുകയാണ്? നെഗറ്റീവ് ആകുന്നു. അതാണ് നമ്മളിവിടെ ഒരു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മൊത്തം ഉൽപ്പന്നമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ലേ, അതുപോലെ തന്നെ ദീർഘകാലയളവിലും ഷോർട്ട് റണ്ണും അതുപോലെ തന്നെ ലോങ് റണ്ണ് നമ്മൾ പഠിച്ചു. ഹ്രസ്വ കാലയളവ്, ദീർഘകാലയളവിൽ ഉൽപാദന വക്രത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന മാറ്റം, ആവറേജ് പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം, മാർജിനൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന മാറ്റം. അതായത് മൊത്തം എന്താണ് TP വർദ്ധമാനമായ നിരക്കിലാണ് ഒന്നാം ഘട്ടത്തിൽ അല്ലെങ്കിൽ വർദ്ധമാനമായ നിരക്കിൽ വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ AP വർദ്ധിക്കുന്നുണ്ട്, MB എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുകയും പരമാവധിയിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ്? ഒന്നാം ഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? മൊത്ത ഉൽപ്പന്നം അപചയ നിരക്കിൽ വർദ്ധിക്കുന്നു, ശരാശരി ഉൽപ്പന്നം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു, സീമാന്ത ഉൽപ്പന്നം കുറയുകയും പൂജ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. മൂന്നാം ഘട്ടത്തിൽ അതിനെയാണ് ഋണാത്മക പ്രത്യയ ഘട്ടം എന്ന് പറയുന്നത്. മൊത്ത ഉൽപ്പന്നം കുറയുന്നു, ശരാശരി ഉൽപ്പന്നം കുറയുന്നു, എന്നാൽ പൂജ്യമാകുന്നില്ല. സീമാന്ത ഉൽപ്പന്നം എന്തായിട്ട് മാറുന്നു? നെഗറ്റീവായിട്ട് മാറുന്നു. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്? TPയും MBയും തമ്മിലുള്ള ബന്ധവും പഠിക്കണം. അതേപോലെ നമുക്ക് APയും MBയും തമ്മിലുള്ള ബന്ധം പഠിക്കണം. ഈ ഗ്രാഫ് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. TPയും MBയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റും അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റും, മൊത്ത ഉൽപ്പന്നവും ശരാശരി ഉൽപ്പന്നവും തമ്മിലുള്ള സീമാന്ത ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. TPയും MBയും തമ്മിലുള്ള ബന്ധം. TP വർദ്ധമാനമായ നിരക്കിൽ അതായത് വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ MBയും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. TP കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ MB എന്ത് സംഭവിക്കുന്നു? MB കുറയുന്നു, എന്നാൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവിലോട്ട് പോകുന്നില്ലല്ലോ. അതേപോലെ TP പരമാവധിയിൽ എത്തുമ്പോൾ MB എന്താവുന്നു? നെഗറ്റീവ് ആവുന്നു. അത് മനസ്സിലായല്ലോ. നമ്മൾ ഈ പഠിച്ച സാധനം തന്നെ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻ നമ്മൾ നോക്കുകയാണ്. ആ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് APയും MBയും തമ്മിലുള്ള ബന്ധം നോക്കാം. AP വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ MB APയേക്കാൾ കൂടുതലായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. AP വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ MB എന്താണ്? APയെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുപോലെ AP പരമാവധിയിലെത്തുമ്പോൾ APയും MBയും തുല്യമായിരിക്കും. AP പരമാവധിയിലെത്തുമ്പോൾ APയും MBയും തുല്യമായിരിക്കും. ആ ഗ്രാഫ് നോക്കി നമുക്ക് ഈ ഓരോ പോയിന്റുകൾ നമ്മൾ പറയുമ്പോഴേ ആ ഗ്രാഫ് നോക്കി മനസ്സിലാക്കണം. അതുപോലെ AP കുറയുമ്പോൾ MB APയേക്കാൾ കുറവായിരിക്കും. AP കുറയുന്ന സമയത്ത് ആവറേജ് പ്രൊഡക്റ്റ് കുറയുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? APയെക്കാട്ട് കുറവായിരിക്കും. മനസ്സിലായല്ലോ. അതുപോലെ APയുടെ പരമാവധി ബിന്ദുവിൽ MB വക്രം AP വക്രത്തെ മുകളിൽ നിന്ന് ഛേദിക്കുന്നു. APയുടെ പരമാവധി ബിന്ദുവിൽ AP വക്രത്തെ എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് ഛേദിക്കുന്നുണ്ട്. MB AP എന്നീ വക്രങ്ങൾക്ക് തലതിരിഞ്ഞ യു ആകൃതിയാണ്. ഓക്കെ, MB AP എന്നീ വക്രങ്ങൾക്ക് എന്താണ്? തലതിരിഞ്ഞ യു ആകൃതിയാണ്. MB പൂജ്യവും നെഗറ്റീവും ആകും, എന്നാൽ AP ഒരിക്കലും പൂജ്യമോ നെഗറ്റീവോ ആവുകയില്ല. AP എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ആ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി. നിങ്ങൾ അത് പോയിന്റ് എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ ആ സൈഡിലേക്ക് ഗ്രാഫ് വരച്ചതിനെ ബുക്കിലേക്ക് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പോൾ ആ പോയിന്റും അതേപോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ TP MB തമ്മിലുള്ള ബന്ധം എന്താണ്, അതേപോലെ AP MB തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം നമുക്കിപ്പം ഈ ഉൽപാദന ചെലവ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ട് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഇത്തരത്തിലുള്ള 3-4 പോയിന്റുകൾ കൊടുത്തിട്ട് AP MB തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്, Aയും Bയും ശരിയാണ്, Cയും Dയും ശരിയല്ല, A മാത്രമാണ് ശരി, അങ്ങനെയൊക്കെ വേണം എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം ഇത് തമ്മിലുള്ള റിലേഷൻസ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് തോതനുസരിച്ചിട്ടുള്ള പ്രത്യയം, റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ്. തോതനുസരിച്ചുള്ള പ്രത്യയം. ഇത് നമ്മൾ പറഞ്ഞു ദീർഘകാല ഉൽപാദന ധർമ്മങ്ങളും
അതേപോലെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും നമ്മൾ പറഞ്ഞു അല്ലെ. ഹ്രസ്വകാല ഉൽപാദന ധർമ്മവും ദീർഘകാല ഉൽപാദന ധർമ്മവും. അപ്പം തോതനുസരിച്ചുള്ള പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീർഘകാല ഉൽപാദന ധർമ്മമാണെന്ന് മനസ്സിലാക്കണം. അതായത് ദീർഘകാലയളവിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും വിഭേദകങ്ങളാണ്. അതായത് ദീർഘകാലയളവിൽ സ്ഥിര ഘടകങ്ങളും വിഭേദക ഘടകങ്ങളും തമ്മിൽ എന്തില്ല, വ്യത്യാസമില്ല. നമ്മൾ പഠിച്ചതാണ് അല്ലെ. എല്ലാ നിവേശങ്ങളിലും ഉണ്ടാകുന്ന ആനുപാതികമായ മാറ്റം മൂലം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് തോതനുസരിച്ചുള്ള പ്രത്യയം എന്ന് വിളിക്കുന്നത്. നമുക്ക് ലളിതമായിട്ട് ഇവിടെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപാദന പ്രക്രിയയിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ആശയമാണിത്. അതായത് ഒരു സ്ഥാപനം അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എല്ലാ ഇൻപുട്ടുകളും ഒരേപോലെ വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ ഉൽപാദനക്ഷമത എങ്ങനെ മാറുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഒരു എന്താ പറയുന്ന ഒരു ഉൽപാദന പ്രക്രിയയിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുമ്പം ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ആശയമാണ് തോതനുസരിച്ചിട്ടുള്ള പ്രത്യയം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനം അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എല്ലാ ഇൻപുട്ടുകളും ഒരേപോലെ വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ ഉൽപാദനക്ഷമത എങ്ങനെ മാറുന്നു എന്നാണ് ഈ തോതനുസരിച്ചിട്ടുള്ള പ്രത്യയം റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ തോതനുസരിച്ചിട്ടുള്ള വർദ്ധമാന പ്രത്യയം, നമ്മൾ നേരത്തെ പറഞ്ഞു വർദ്ധമാന പ്രത്യയം എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു മാറ്റം, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും, IRS. അതേപോലെ തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യയം, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ CRS. അതേപോലെ തോതനുസരിച്ചുള്ള അപജയ പ്രത്യയം, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, DRS എന്ന് പറയും. അപ്പൊ 3 ഘട്ടങ്ങളാണ് തോതനുസരിച്ചുള്ള പ്രത്യയത്തിന്. തോതനുസരിച്ചിട്ടുള്ള വർദ്ധമാന പ്രത്യയം, തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യയം, തോതനുസരിച്ചുള്ള അപജയ പ്രത്യയം. ഓക്കെ ആണല്ലോ. എന്താണ് തോതനുസരിച്ചിട്ടുള്ള വർദ്ധമാന പ്രത്യയം അല്ലെങ്കിൽ വർദ്ധിച്ച തോതിലുള്ള വരുമാനം എന്ന് നമുക്കതിനെ പറയാം. വർദ്ധിച്ച തോതിലുള്ള വരുമാനം അല്ലെങ്കിൽ തോതനുസരിച്ചിട്ടുള്ള വർദ്ധമാന പ്രത്യയം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം നിവേശങ്ങളിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് IRS എന്ന് പറയാം. ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന ശതമാനത്തിലുള്ള മാറ്റം നിവേശങ്ങളിൽ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ ഇൻപുട്ടുകളിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ എന്ത് പറയാം, തോതനുസരിച്ചിട്ടുള്ള വർദ്ധമാന പ്രത്യയം എന്ന് പറയാം. അല്ലെങ്കിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദനം അതിൽ കൂടുതൽ അനുപാതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. അതിനെയാണ് തോതനുസരിച്ചിട്ടുള്ള വർദ്ധമാന പ്രത്യയം എന്ന് പറയുന്നത്. അതേപോലെ തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യയം അല്ലെങ്കിൽ സ്ഥിരമായ തോതിലുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റവും നിവേശങ്ങളിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റവും തുല്യമായിരിക്കും. ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അതിനെയാണ് CRS എന്ന് പറയുന്നത്. രണ്ടും തുല്യമാണെങ്കിൽ എന്ത് പറയാനെ CRS എന്ന് പറയാം, അല്ലെങ്കിൽ തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യയം എന്ന് പറയാം. എല്ലാ ഉൽപാദന ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദനവും അതേ അനുപാതത്തിൽ എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നുണ്ട്. മൂന്നാമത്തെയാണ് തോതനുസരിച്ചുള്ള അപജയ പ്രത്യയം. അതായത് അപജയം എന്ന് പറഞ്ഞാൽ എന്താണ്, കുറഞ്ഞ തോതിലുള്ള പ്രത്യയം എന്നാണ് അല്ലെ, കുറഞ്ഞ തോതിലുള്ള വരുമാനം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം നിവേശങ്ങൾ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കുറവാണെങ്കിൽ അത് എന്ത് പറയാം, തോതനുസരിച്ചുള്ള അപജയ പ്രത്യയം എന്ന് പറയാം. ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം നിവേശങ്ങൾ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കുറവാണ്. അപ്പം നിവേശങ്ങളിലാണ് കൂടുതൽ, ഉൽപ്പന്നം കുറവാണെങ്കിൽ നമുക്ക് DRS എന്ന് പറയാം. എല്ലാ ഉൽപാദന ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദനം കുറഞ്ഞ അനുപാതത്തിലാണ് വർദ്ധിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, തോതനുസരിച്ചുള്ള അപജയ പ്രത്യയം എന്ന് പറയാം. അപ്പൊ തോതനുസരിച്ചുള്ള പ്രത്യയത്തിന് എന്ത് 3 ഘട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യയം അല്ലെങ്കിൽ IRS, തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യയം CRS, തോതനുസരിച്ചിട്ടുള്ള അപജയ പ്രത്യയം അല്ലെങ്കിൽ DRS. അപ്പൊ ഇതും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് അവിടെ ഒരു എന്താണ് ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വിഭേദകാനുപാത നിയമവും തോതനുസരിച്ചിട്ടുള്ള പ്രത്യയവും അത് രണ്ടും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. ഒന്ന് ഹ്രസ്വകാല ഉൽപാദന ധർമ്മം തോതനുസരിച്ചുള്ള പ്രത്യയത്തിൽ വരുമ്പം ദീർഘകാല ഉൽപാദന ധർമ്മമാണെന്ന് മനസ്സിലാക്കണം. വിഭേദകാനുപാത നിയമം ഹ്രസ്വകാല ഉൽപാദന ധർമ്മമാണെങ്കിൽ തോതനുസരിച്ചിട്ടുള്ള പ്രത്യയം എന്ന് പറയുന്നത് ദീർഘകാല ഉൽപാദന ധർമ്മമാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ വിഭേദകാനുപാത നിയമത്തിൽ ഒന്നരികെയുള്ള എല്ലാ ഘടകങ്ങളും എന്താണ്, സ്ഥിരമാണ്. തോതനുസരിച്ചുള്ള പ്രത്യയിൽ എല്ലാ നിവേശങ്ങളും എന്താണ്, വിഭേദകങ്ങളാണ്. സ്ഥിര ഘടകങ്ങളും വിഭേദക ഘടകങ്ങളും എന്ന വ്യത്യാസം വിഭേദകാനുപാത നിയമത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തോതനുസരിച്ചുള്ള പ്രത്യയത്തിൽ സ്ഥിര ഘടകങ്ങളും വിഭേദക ഘടകങ്ങളും എന്ന വ്യത്യാസമില്ല. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോബ് ഡഗ്ലസ് ഉൽപാദന ധർമ്മം. ഇത് നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. +1 +2 പുസ്തകത്തിൽ
പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കോബ് ഡഗ്ലസ് ഉൽപാദന ധർമ്മം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. 1928 ചാൾസ് കോബും അതേപോലെ പോൾ ഡഗ്ലസും ചേർന്ന് വികസിപ്പിച്ചിട്ടുള്ള ഒരു എന്താണ് കൺസെപ്റ്റാണ് കോബ് ഡഗ്ലസ് ഉൽപാദനം എന്ന് പറയുന്നത്. എല്ലാ ഉൽപാദന ഘടകങ്ങളെയും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിച്ചാൽ ഉൽപാദനവും അതേ അനുപാതത്തിൽ വർദ്ധിക്കുക എന്ന ഒരു ഉൽപാദന ധർമ്മമാണ് ഇതിന്റെ അടിസ്ഥാനം. എല്ലാ ഉൽപാദന ഘടകങ്ങളെയും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിച്ചാൽ ഉൽപാദനവും എന്ത് ചെയ്യുന്നു, അതേ അനുപാതത്തിൽ വർദ്ധിക്കുന്നു പറഞ്ഞൊരു ഉൽപാദന ധർമ്മമാണ് ഈ ഒരു കോബ് ഡഗ്ലസ് ഉൽപാദന ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ചാൾസ് കോബും പോൾ ഡഗ്ലസും ചേർന്ന് 1928 രൂപീകരിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾ കോസ്റ്റ് എന്താണെന്ന് പഠിക്കാൻ പോവാം, ചെലവുകൾ എന്താണെന്ന് പഠിക്കാൻ പോവാം. ഇതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ ഇക്വേഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ചെലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹ്രസ്വകാല ശരാശരി ചെലവ്, അതേപോലെ ശരാശരി സ്ഥിര ചെലവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. സംഭവം വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ചെലവുകൾ അല്ലെങ്കിൽ കോസ്റ്റ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു ഉൽപാദന യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു ഉൽപാദകന് ഉണ്ടാകുന്ന വ്യയം, മലയാളത്തിൽ പറയാൻ വ്യയം എന്നാണ്, എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പം എക്സ്പെൻഡിച്ചറിനാണ് ചെലവെന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഉദാഹരണം പറഞ്ഞ സാധനങ്ങളും സേവനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചെലവുകളെയാണ്. സാലറി, അതുപോലെ പാട്ടം, പലിശ, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, വാഹനത്തിന്റെ ചെലവ്, തീരുമാന ചെലവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് പറയാം, ചെലവുകളിനകത്ത് പെടുത്താൻ പറ്റും. അതുപോലെ ചെലവ് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയേക്കുക. ഏറ്റവും ചെലവ് കുറഞ്ഞിരിക്കാൻ ആയിരിക്കും എപ്പോഴും ഒരു ഉൽപാദകൻ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉൽപ്പന്നവും ചെലവും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെയാണ് കോസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെലവ് ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെച്ചേക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഹ്രസ്വകാല ചെലവ് എന്താണെന്ന് നോക്കാം. ഷോർട്ട് റൺ കോസ്റ്റ്, നമ്മൾ ഹ്രസ്വകാലവും ദീർഘകാലവും ഒക്കെ പഠിച്ചു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഹ്രസ്വകാല ചെലവ് എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു സ്ഥാപനം അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവിനെയാണ് ഹ്രസ്വകാല ചെലവെന്ന് പറയുന്നത്. ഒരു സ്ഥാപനം അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവിനെയാണ് ഹ്രസ്വകാല ചെലവെന്ന് പറയുന്നത്. ഹ്രസ്വകാല ഉൽപാദന ധർമ്മത്തിൽ ചില ഉൽപാദന ഘടകങ്ങൾ സ്ഥിരവും ചിലതെന്താണ്, വിഭേദകവുമാണ്. അതായത് ഹ്രസ്വകാലയളവിൽ സ്ഥാപനത്തിന് അതിന്റെ ചില ഘടകങ്ങളെ മാറ്റാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ തൊഴിലാളികളുടെ എണ്ണത്തെ മാറ്റാൻ കഴിയും, എന്നാൽ മറ്റു ചില ഘടകങ്ങൾ മാറ്റാൻ കഴിയില്ല. എന്താ? ഫാക്ടറിയുടെ വലിപ്പം നമുക്ക് ഹ്രസ്വകാല സമയത്ത് കൊണ്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പം ഹ്രസ്വകാല ചെലവിനെ നമുക്ക് എന്തായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. മൊത്തം സ്ഥിര ചെലവ്, മൊത്തം വിഭേദക ചെലവ്. മൊത്തം സ്ഥിര ചെലവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, TFC എന്ന് പറയും. മൊത്തം വിഭേദക ചെലവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, TVC എന്ന് പറയും. ഇപ്പൊ TFCയും TVCയും എന്താണ് നമുക്ക് നോക്കാം. മൊത്തം സ്ഥിര ചെലവ് എന്ന് പറഞ്ഞാൽ സ്ഥിര നിവേശങ്ങൾ വാങ്ങുവാൻ, സ്ഥിര ഇൻപുട്ടുകൾ വാങ്ങുവാൻ വേണ്ടി ഉൽപാദന യൂണിറ്റിന് വരുന്ന ആകെ ചെലവിനെയാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്ഥിര നിവേശങ്ങൾ വാങ്ങുവാൻ വേണ്ടി, ഇപ്പൊ യന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടി ഉൽപാദന യൂണിറ്റിന് വരുന്ന ആകെ ചെലവ്, മൊത്തം ചെലവിനെയാണ് TFC, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഹ്രസ്വകാലയളവിൽ ഉൽപ്പന്നത്തിന്റെ അളവ് മാറ്റുന്നതിനനുസരിച്ച് മാറ്റം വരാത്ത ചെലവിനെയാണ് എന്ത് പറയുന്നത്, മൊത്തം സ്ഥിര ചെലവ് എന്ന് പറയുന്നത്. ഹ്രസ്വകാലയളവിൽ, അതായത് കുറച്ച് കാലഘട്ടം, ചെറിയ കാലഘട്ടം ഉണ്ടല്ലോ, ഹ്രസ്വകാലയളവിൽ ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റം വരാത്ത ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊത്തം സ്ഥിര ചെലവ് എന്ന് പറയുന്നത്. അതായത് ഉൽപാദനം 0 ആണെങ്കിലും സ്ഥിര ചെലവ് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റമില്ലാത്ത ചെലവുകളെയാണ് മൊത്തം സ്ഥിര ചെലവ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറാത്ത ചെലവുകളാണ് മൊത്തം സ്ഥിര ചെലവ് എന്ന് പറയുന്നത്. ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഭൂമി അല്ലേ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കെട്ടിടം അല്ലേ, ആ ഒരു ഫാക്ടറി ഉണ്ടാക്കണമെങ്കിൽ കെട്ടിടം വേണം. അപ്പൊ കെട്ടിടം, അതിൻ്റെയൊക്കെ വാടക കൊടുക്കണം, സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം, താൽക്കാലിക ജീവനക്കാരുടെ അല്ല, നമ്മളത് മനസ്സിലാക്കണം, സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ വായ്പകൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പലിശ, പിന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് നമ്മൾ കാശ് കൊടുക്കണം അല്ലേ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മൊത്തം സ്ഥിര ചെലവിനകത്ത് വരുന്നത്. അപ്പോൾ താഴെ പറയുന്നവയിൽ മൊത്തം സ്ഥിര ചെലവിന് ഉദാഹരണം ഏത് എന്ന് വേണം ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ആ ഫാക്ടറി നിലനിൽക്കുന്ന സ്ഥലം, അതുപോലെ ഫാക്ടറിക്ക് ആവശ്യമായ കെട്ടിടം, ഭൂമി, കെട്ടിടം, അതുപോലെ അതിൻ്റെയൊക്കെ എന്താണ് വാടക, അതേപോലെ തന്നെ സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ വായ്പകളുടെ പലിശ, അതുപോലെ ഇൻഷുറൻസ്, ഇതെല്ലാം എന്തിനകത്ത് ഉൾപ്പെടുത്താം, നമുക്ക് മൊത്തം സ്ഥിര ചെലവ് അല്ലെങ്കിൽ TFCയിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെയാണ് മൊത്തം വിഭേദക ചെലവ് അല്ലെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ TVC. അതായത് ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതനുസരിച്ചിട്ട് മാറ്റം വരുന്ന ചെലവുകളെയാണ് മൊത്തം വിഭേദക ചെലവ് എന്ന് പറയുന്നത്. ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചാൽ വിഭേദക ചെലവ് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നുണ്ട്.
കുറച്ചാൽ എന്ത് സംഭവിക്കും? കുറയുന്നുണ്ട്. പൂജ്യമായാൽ എന്ത് സംഭവിക്കും? പൂജ്യമാവുന്നുണ്ട്. അതിനെയാണ് മൊത്തം വിഭേദക ചെലവ് എന്ന് പറയുന്നത്. വിഭേദക നിവേശങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഉൽപാദന യൂണിറ്റിന് വരുന്ന ആകെ ചെലവിനെയാണ് TVC, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ മൊത്തം വിഭേദക ചെലവ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അസംസ്കൃത പദാർത്ഥങ്ങളുടെ ചെലവ്. നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി അസംസ്കൃത വസ്തുക്കൾ വേണം അല്ലെ? അപ്പൊ അതിന് വേണ്ടി വരുന്ന ചെലവുകളെല്ലാം മൊത്തം വിഭേദക ചെലവിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ധന ചെലവ്. നമ്മൾ ഫാക്ടറിയിലെ യന്ത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനങ്ങളുണ്ട്, വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം, അതിനെല്ലാം ചെലവ്. അതുപോലെ ഗതാഗത ചെലവ്, നമുക്ക് പോകുന്നതിനും പോക്കിനും വരാനുള്ള ചെലവുകൾ. അതുപോലെ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം. ഇതും എന്തിനകത്ത് വരുന്നതാണ്? മൊത്തം വിഭേദക ചെലവിനകത്ത് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ കോസ്റ്റിലോട്ട് പോകണം. TC എന്താണ്? മൊത്തം ചെലവ്. മൊത്തം ചെലവ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉൽപാദന യൂണിറ്റ് മുടക്കുന്ന എല്ലാത്തരം ചെലവുകളുടെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്? TC അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയാം. സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉൽപാദന യൂണിറ്റ് മുടക്കുന്ന എല്ലാത്തരം ചെലവുകളുടെയും ആകെത്തുകയാണ് ടോട്ടൽ കോസ്റ്റ്, മൊത്തം ചെലവ്. ഇപ്പൊ നമുക്കിവിടെ 3 ഇക്വേഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വരുന്ന കാര്യങ്ങൾ പഠിക്കുമ്പം ഈ 3 ഇക്വേഷൻസ് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. TC എന്ന് പറഞ്ഞാൽ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ TFC പ്ലസ് TVC ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെയും ആകെ മൂല്യമാണ്, ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കാണണമെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് നമുക്ക് കുറച്ചാൽ മതി. ആ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ടാൽ നമുക്ക് ഒരെണ്ണം പഠിച്ചാൽ തന്നെ ബാക്കി 2 കിട്ടും. TFC കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? TVCയിൽ നിന്നും TC കുറയ്ക്കണം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? TFC കിട്ടും. ഇനി നമുക്ക് TVC കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. TFC എന്നും TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നും പറയുന്ന വേർതിരിവ് എവിടെ മാത്രമേ ഉള്ളൂ? ഹ്രസ്വകാലയളവിൽ മാത്രമേ ഉള്ളൂ. ഷോർട്ട് റൺ പീരീഡിൽ മാത്രമാണ് ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നും പറയുന്ന ഒരു വേർതിരിവുള്ളത്. ദീർഘകാലയളവിൽ എല്ലാ ചിലവുകളും വിഭേദകങ്ങളാണ് അല്ലെ? ഉൽപാദനത്തിന്റെ അളവനുസരിച്ച് മാറ്റുന്ന അല്ലെങ്കിൽ മാറുന്ന ചിലവുകളെയാണ് വിഭേദക ചിലവുകൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ ചിലവ്, തൊഴിലാളികളുടെ കൂലി, ഇതെല്ലാം എന്താണ് വിഭേദക ചിലവുകൾക്ക് ഉദാഹരണമാണ് ഇല്ലേ? അപ്പൊ ഉൽപ്പന്നം 0 ആണെങ്കിൽ സ്ഥിര ചെലവും മൊത്തം ചെലവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഹ്രസ്വകാലയളവിൽ ഉൽപ്പന്നം വർദ്ധിക്കുമ്പോൾ TVCയും TCയും വർദ്ധിക്കുന്നു. ഹ്രസ്വകാലയളവിൽ സ്ഥിര നിവേശങ്ങൾ മാറ്റുവാൻ കഴിയില്ല, അതുകൊണ്ട് TFCയിൽ എന്തില്ല? മാറ്റം ഉണ്ടാകുന്നില്ല. 3 കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഉൽപ്പന്നത്തിന്റെ അളവ് 0 ആയാൽ TFCയും TCയും തുല്യമായിരിക്കും. ഓക്കെ, ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് TVCയും TCയും വർദ്ധിക്കുന്നു. TVCയും TCയും തമ്മിലുള്ള വ്യത്യാസം TFC ആണ്. നമുക്ക് അവിടെ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കുക, ക്വാണ്ടിറ്റി, TFC, TVC, TC, ഇങ്ങനെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് അളവുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഉൽപ്പന്നത്തിന്റെ അളവ് 0 ആയി കഴിഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും എന്ന് പറയുന്നത് എന്താണ്? തുല്യമായിരിക്കും. നമ്മൾ പഠിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് TVCയും TCയും എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ TVCയും TCയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ടോട്ടൽ ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ നോക്കുക, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 20 ആണ്. TVC നോക്കുമ്പോൾ 0 ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, അതായത് ഉൽപ്പന്നത്തിന്റെ അളവ്, ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അളവാണ് ഉദ്ദേശിക്കുന്നത്, 0 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പന്നത്തിന്റെ അളവ് 0 ആയി കഴിഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 20 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഉൽപ്പന്നത്തിന് അളവ് വർദ്ധിക്കുകയാണെങ്കിൽ 0 നിന്ന് 1 ആയ സമയത്ത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് 20. അവിടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 10 ആണ് വന്നത്, ടോട്ടൽ കോസ്റ്റ് 30 ആണ്. ഓക്കെ, ഉൽപ്പന്നത്തിന് അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? TVCയും TCയും വർദ്ധിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 20 ആയി, ടോട്ടൽ കോസ്റ്റ് 30 ആയി. അപ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസമാണ് നമ്മൾ അടുത്ത് പറഞ്ഞത്. TVCയും TCയും തമ്മിലുള്ള വ്യത്യാസമാണ് TFC എന്ന് പറയുന്നത്. അതായത് 30-ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 കിട്ടും അല്ലേ? അപ്പോൾ അതാണ് TFC എന്ന് പറയുന്നത്. അപ്പോൾ TVCയും TCയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് പറയുന്നത്? TFC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ TFCയും TVCയുടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? TC കിട്ടുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കുന്നത് TFC, TVC, TC തുടങ്ങിയ 3 വക്രങ്ങളുടെ ആകൃതിയും
അതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ സംഭവം സിമ്പിളായിട്ട് മനസ്സിലാവും. ആ ഒരു ടോപ്പിക്കിലേക്ക് വേണ്ടി നമുക്ക് എത്തേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത നോക്കുക, TFC, TVC, TC വക്രങ്ങളുടെ ആകൃതി. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൊരു ഇമേജ് നോക്കുക. അപ്പൊ അതിനകത്ത് ആ ഡയഗ്രത്തിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് പോകുന്നത്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് പോകുന്നത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ് അക്ഷത്തിലാണ് ഉൽപ്പന്നം വരുന്നത്, അതേപോലെ Y അക്ഷത്തിലാണ് എന്ത് ചെയ്യുന്നത്, ചിലവുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖയാണ് TFC എന്ന് മനസ്സിലാക്കുക. എപ്പോഴും എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖയായിരിക്കും TFC. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം, TFCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്, അല്ലെങ്കിൽ TCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ TVCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയായത് ഏത് എന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പം നമ്മൾ ഇതൊരു കർവ് നമ്മൾ നോക്കി വെച്ചേക്കുക. ആ കർവ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഓരോ വക്രങ്ങളുടെ ആകൃതി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖയാണ് TFC എന്ന് പറയുന്നത്. TFC എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ഥിരം സംഖ്യയാണ്. ഉൽപ്പന്നത്തിന്റെ ഏതളവിലും TFC ഒരുപോലെ ആയിരിക്കും. ഉൽപ്പന്നത്തിന്റെ അളവിലുള്ള മാറ്റം TFCയിൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുത്തത്തില്ല. അതേപോലെ TVC ഉൽപ്പന്നത്തിന്റെ അളവിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, മാറുന്നു. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പന്നത്തിന്റെ അളവനുസരിച്ച് മാറുന്നുണ്ട്. ഉൽപ്പന്നം 0 ആണെങ്കിൽ TVCയും 0 ആയിരിക്കും. അതുകൊണ്ടാണ് TVC വക്രം എന്തിൽ നിന്ന് തുടങ്ങുന്നത്, 0യിൽ നിന്ന് തുടങ്ങുന്നത്. നോക്കുക, TVC വക്രം മാത്രം 0യിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. TCയും TFC എവിടെ നിന്നാണ്, F എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ TVC മുകളിലേക്ക് ചരിഞ്ഞാണ് കയറുന്നത് അല്ലെ. TVC എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ചരിഞ്ഞ് കയറുന്നുണ്ട്. അതായത് ഉൽപ്പന്നം വർദ്ധിക്കുന്നതിനനുസരിച്ച് TVC വക്രം ആദ്യം കുറഞ്ഞ നിരക്കിലും പിന്നീട് എന്ത് ചെയ്യുന്നു, ഉയർന്ന നിരക്കിലും വർദ്ധിക്കുന്നുണ്ട്. തലതിരിഞ്ഞൊരു S ആകൃതിയാണ് അതിനെന്ന്. TVC വക്രത്തിന്റെ ആകൃതി തലതിരിഞ്ഞൊരു S ആകൃതിയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ TVC വക്രം എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ചരിഞ്ഞാണ് കയറുന്നത്. ഉൽപ്പന്നം വർദ്ധിക്കുന്നതിനനുസരിച്ച് TVC വക്രം ആദ്യം കുറഞ്ഞ നിരക്കിലും പിന്നീട് എന്ത് ചെയ്യുന്നു, ഉയർന്ന നിരക്കിലും വർദ്ധിക്കുന്നുണ്ട്. തലതിരിഞ്ഞ S ആകൃതിയാണ്. TVC വർദ്ധിക്കുമ്പോൾ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വർദ്ധിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ത് സംഭവിക്കുന്നു, TCയും എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. TVC വർദ്ധിക്കുമ്പോൾ TCയും വർദ്ധിക്കുന്നു. TFC വക്രം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വക്രം Y അക്ഷത്തിന് സമാന്തരമായിട്ട് F എന്ന ബിന്ദുവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതേപോലെ TC വക്രവും F എന്ന ഒരു ബിന്ദുവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉൽപ്പന്നം വർദ്ധിക്കുന്നതിനനുസരിച്ചുകൊണ്ട് ആദ്യം കുറഞ്ഞ നിരക്കിലും പിന്നീട് ഉയർന്ന നിരക്കിലും വർദ്ധിക്കുന്നു. തലതിരിഞ്ഞ S ആകൃതിയാണെന്നും മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ, ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ച് തന്നെ ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് പോവുകയാണ്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ശരാശരി വിഭേദക ചെലവും ശരാശരി സ്ഥിര ചെലവും ഹ്രസ്വകാല ശരാശരി ചെലവും അതുപോലെ തന്നെ ഹ്രസ്വകാല സീമാംശം. ഈ 4 കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. അപ്പൊ അതുകൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു നിർത്തിയേക്കാം. അപ്പൊ അതുകൂടെ പറഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൊത്തം ആദ്യം തൊട്ടുന്ന അവസാനം വരെ ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഫുള്ള് ക്ലിയർ ആവും. ശരാശരി വിഭേദക ചെലവിലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, AVC എന്ന് പറയാം. ഉൽപ്പന്നത്തിന്റെ ഓരോ യൂണിറ്റിന്റെയും വിഭേദക ചെലവിനെയാണ് ശരാശരി വിഭേദക ചെലവ് എന്ന് പറയുന്നത്. ഉൽപ്പന്നത്തിന്റെ ഓരോ യൂണിറ്റിന്റെയും വിഭേദക ചെലവിനെയാണ് ശരാശരി വിഭേദക ചെലവ് എന്ന് പറയുന്നത്. TVCയെ ഉൽപ്പന്നത്തിന്റെ അളവ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, AVC കിട്ടും. സംഭവം സിമ്പിളാണ്. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. AVC = TVC/Q. അത് നിങ്ങൾ കാണാൻ പഠിച്ചേക്കുക. ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ Q. അതപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ശരാശരി കാണാൻ എപ്പോഴും തുക ബൈ എണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പണ്ട് തൊട്ടേ കണക്കിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ്, തുക ബൈ എണ്ണമാണ് അല്ലേ. തുക, ടോട്ടൽ കോസ്റ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, തുക ബൈ എണ്ണം. അപ്പൊ AVC കാണാൻ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, TVC/Q ആണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന് 15 യൂണിറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കാൻ 120 രൂപ മൊത്തം വിഭേദക ചെലവായി എങ്കിൽ AVC എത്ര, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. ഒരു സ്ഥാപനത്തിന് 15 യൂണിറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കാൻ 120 രൂപ ആയെങ്കിൽ, മൊത്തം വിഭേദക ചെലവായി എങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ശരാശരി വിഭേദക ചെലവ്, ആവറേജ് കാണാൻ തുക ബൈ എണ്ണമാണ് നമുക്കറിയാം. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ എന്ത് ചെയ്താൽ മതി, Q കൊണ്ട് ഭാഗിക്കുമ്പോൾ 120/15 നമുക്ക് അവിടെ 8 എന്ന ആൻസർ കിട്ടി. അപ്പോൾ വളരെ സിമ്പിളാണ്. അതുപോലെ ശരാശരി സ്ഥിര ചെലവ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, AFC, ഉൽപ്പന്നത്തിന്റെ ഓരോ യൂണിറ്റിന്റെയും സ്ഥിരം ചെലവിനെയാണ് ശരാശരി സ്ഥിര ചെലവ് എന്ന് പറയുന്നത്. ഉൽപ്പന്നത്തിന്റെ ഓരോ യൂണിറ്റിന്റെയും സ്ഥിരം ചെലവിനെയാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ശരാശരി സ്ഥിര ചെലവെന്ന് പറയുന്നത്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, TFC/Q ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. AFC = ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ Q.
അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു സ്ഥാപനം 9 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോഴുള്ള മൊത്തം സ്ഥിര ചെലവ് 900 രൂപയാണെങ്കിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കാണുക, ശരാശരി സ്ഥിര ചെലവ് കാണുക. ആ AFC എന്ന് പറയുന്നത് എന്താണ്? TFC/Q ആണ്. അപ്പോൾ 900 നമ്മൾ എന്ത് ചെയ്താൽ മതി? 9 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് 100 എന്ന ആൻസർ കിട്ടി. അതുപോലെ അടുത്താണ് ഹ്രസ്വകാല ശരാശരി ചെലവ്, ഷോർട്ട് റൺ ആവറേജ് എന്ന് പറയും, SAC, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഹ്രസ്വകാലയളവിലുള്ള ഉൽപ്പന്നത്തിന്റെ ഓരോ യൂണിറ്റിന്റെയും മൊത്തം ചെലവിനെയാണ് SAC എന്ന് പറയുന്നത്. ഹ്രസ്വകാലയളവിലുള്ള ഉൽപ്പന്നത്തിന്റെ ഓരോ യൂണിറ്റിന്റെയും മൊത്തം ചെലവാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഹ്രസ്വകാല ശരാശരി ചെലവ് എന്ന് പറയുന്നത്. അപ്പം അത് കാണുമെങ്കിൽ SAC കാണുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ Q കൊണ്ട് അതിന്റെ എത്ര എണ്ണം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഭാഗിച്ചാൽ മതി. TC/Q ആണ് SAC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഒരു സ്ഥാപനത്തിന്റെ ഒരു സാധനത്തിന്റെ 15 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ 120 രൂപ സ്ഥിര ചെലവും 270 രൂപ വിഭേദക ചെലവുമാണെങ്കിൽ മൊത്തം ചെലവ്, ടോട്ടൽ കോസ്റ്റ് കാണുക. അപ്പൊ നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് കാണാൻ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, TFC + TVC ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ 120 + 270 എന്ന് പറയുന്നത് 390 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ SAC കാണാൻ TC/Q ആണ്, ടോട്ടൽ കോസ്റ്റ് /Q ആണ്. SAC എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് /Q ആണ്. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 390 കിട്ടി. 390/Q എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. 15 യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 26. നമുക്ക് ഇവിടെ AFC കാണാൻ, AFC എത്രയാണെന്ന് ചോദിച്ചാൽ 120/15 = 8 ആണ് AFC എന്ന് പറയുന്നത്. അതുപോലെ AVC കാണാൻ 270 എന്ത് ചെയ്യുന്ന 15 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് 18 എന്ന് കിട്ടും. അതുപോലെ SAC നമുക്ക് കാണണമെങ്കിൽ AFC + AVC = 8 + 18 = 26. ഇത് രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് രീതിയിലും ഇതിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുപോലെ മറ്റൊന്നാണ് ഹ്രസ്വകാല സീമാന്ത ചെലവ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, SMC എന്ന് പറയും. ഒരു സാധനത്തിന്റെ ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് വഴി ആകെ ചെലവിലുണ്ടാകുന്ന മാറ്റത്തെയാണ് SMC എന്ന് പറയുന്നത്. SMC = ΔTC/ΔQ. ഇതുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഹ്രസ്വകാല സീമാന്ത ചെലവ്, SMC അല്ലെങ്കിൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഒരു സാധനത്തിന്റെ ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് വഴി ആകെ ചെലവിലുണ്ടാകുന്ന മാറ്റത്തെയാണ് SMC എന്ന് പറയുന്നത്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, മാർജിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സീമാന്ത, അധികം എന്നൊരു ഉത്തരമാണ്. അപ്പം SMC കാണാൻ ΔTC/ΔQ ആണെന്ന് മനസ്സിലാക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മാറ്റം എന്നുള്ള ഒരു വ്യത്യാസമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ഉൽപ്പന്നത്തിന്റെ അളവ് 10 യൂണിറ്റ് ആയിരുന്നപ്പോൾ മൊത്തം ചെലവ് 100 രൂപയായിരുന്നു. ഉൽപ്പന്നത്തിന്റെ അളവ് 12 യൂണിറ്റ് ആയിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ മൊത്തം ചെലവ് 110 രൂപയായി. അങ്ങനെയാണെങ്കിൽ SMC കാണുക. SMC കാണാൻ നമുക്കറിയാം ΔTC/ΔQ ആണ്. ΔTC നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 110-ൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. അതാണ് ΔTC. ΔQ നമുക്ക് എങ്ങനെ കാണാം? 11 - 10 ആണ് സമം 1 ആണ് അല്ലേ? അത് 1 ആണ്. അപ്പോൾ ഇവിടെ ΔQ ആയിട്ട് വരുന്നത്. അപ്പോൾ SMC കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10/1 = 10. മൊത്തം ചെലവിലെ മാറ്റം ഉൽപ്പന്നത്തിന്റെ അളവിൽ, മൊത്തം ചെലവിലെ മാറ്റം ഉൽപ്പന്നത്തിന്റെ അളവിലെ മാറ്റം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹ്രസ്വകാല സീമാന്ത ചെലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. SMC എന്ന് പറഞ്ഞാൽ ΔTC/ΔQ. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? APMB നമ്മളുടെ വ്യത്യാസം, അതുപോലെ തന്നെ അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം, വിഭേദകാനുപാത നിയമവും, TPMB നമ്മളുടെ ബന്ധങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ APMB നമ്മളുടെ ബന്ധം എന്താണ്? റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള പ്രത്യയത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാമെന്നും അതെന്തൊക്കെയാണെന്നും പറഞ്ഞു. അതുപോലെ കോപ്പ് ഡഗ്ലസ് ഉൽപാദന ധർമ്മം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെലവ് ധർമ്മം, ഹ്രസ്വകാല ചെലവ്, മൊത്തം സ്ഥിര ചെലവ്, മൊത്തം വിഭേദക ചെലവ് എന്താണെന്ന് പഠിച്ചു. മൊത്തം ചെലവ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ TFC, TVC, TC വക്രങ്ങളുടെ ആകൃതിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ ശരാശരി വിഭേദക ചെലവ്, ശരാശരി സ്ഥിര ചെലവ് എന്താണ്, അതിന്റെ ഇക്വേഷൻസ് എന്താണ്, ഹ്രസ്വകാല ശരാശരി ചെലവ്, ഹ്രസ്വകാല സീമാന്ത ചെലവ്, അതിന്റെ ഇക്വേഷൻസ് എന്താണെന്ന്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ടോട്ടൽ എന്താ പറയുക, അപ്പം ഈ ഒരു ക്ലാസ്, അപ്പം ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന, ഉൽപ്പാദന ധർമ്മം എന്ന് പറയുന്ന ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ആരും കമന്റ് ബോക്സിൽ ഒന്നും ഇടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇത്രയും കാലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ദേശീയ വരുമാനമായിട്ട്, നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മറ്റുള്ള ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.